പ്രൈസലോ കർത്താവിന്റെ അതിപരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസലോ. ലോകവും അതിന്റെ മോഹവും എന്നേക്കും ഒഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും ഇരിക്കുന്നു. ഒന്നുകൂടെ ആ വചനം നമ്മൾ ചിന്തിച്ചു. ലോകവും അതിന്റെ മോഹവും എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം എന്നേക്കുമായിട്ട്. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? എന്നേക്കും അവൻ ദൈവത്തിന്റെ ഇരിക്കണം ജീവിക്കുകയും ചെയ്യണം. അപ്പൊ ലോകമോഹങ്ങളാൽ നിറയപ്പെട്ട ദൈവസഭയുടെ ഉള്ളിൽ നിന്ന് ആ സാത്താന്റെ തന്ത്രങ്ങൾ, ആ സാത്താന്റെ ചിന്തകൾ മാറി ദൈവമക്കൾ അഥവാ ക്രൈസ്തവ വിശ്വാസം വീണ്ടെടുക്കപ്പെട്ട ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നതിനായി തന്നെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ, ഒരുവൻ ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ ദൈവസ്ഥനെ സമർപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പുള്ള വഴികളെ മുഴുവൻ ഉപേക്ഷിക്കണം. മുമ്പുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ, കേൾവികൾ, ഇടപാടുകൾ, പ്രവർത്തികൾ, നമ്മുടെ നടപ്പ് എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നെങ്കിൽ. ഹല്ലേലൂയ. മാത്രമല്ല സ്വതന്ത്രം ക്രിസ്തുവിന്റെ വഴികളിൽ നാം മനോഹരമായി നടക്കുവാൻ കഴിയണം. രക്തം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിച്ച് സ്വർഗീയ പർദീസയിൽ എത്താൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. അപ്പൊ ദൈവേഷ്ടവും ദൈവത്തിന്റെ വഴിയും ഒന്നിനോടൊന്ന് ആ മെലലിയെ ചേർന്നാണ് കിടക്കുന്നത്. ദൈവേഷ്ടവും ദൈവത്തിന്റെ വഴികളും ഒന്നുകൂടൊന്ന് ചേർന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഓരോന്നിനോടും നമ്മൾ ചേർന്നിരിക്കണം. അപ്പൊ ദൈവേഷ്ടവും ദൈവത്തിന്റെ വഴിയും ലോകമായിട്ട് രണ്ടും വേർതിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സകല ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ മോഹക്കധീനരായി ജീവിച്ച് ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മടങ്ങി വരണം. അതുകൊണ്ടാണ് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ബാലാക്കിയുടെ പണം കണ്ട് ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി വന്ന ബിലയാണ്. ഇസ്രായേലിനെ കണ്ടിട്ട് അവർ ശപിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എങ്കിലും ഇസ്രായേലിനെ പാപത്തിലേക്ക് തള്ളിയിട്ടെന്നുള്ളതാണ്. അല്ല വഴി തെളിച്ചു കൊടുത്തു, അല്ലെ ശിത്തീമിലേക്ക് അയച്ചു ഈ ബിലയാമിന്റെ ഉപദേശം. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആത്മീയ ജനം പ്രാപിച്ചവരാ, വീണ്ടുജനം പ്രാപിച്ചവരാ. അവർ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടുജനം പ്രാപിച്ചവരാ, ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവരാ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചവരാ. അവർ ക്രിസ്തുവിലായവരാണ്. മാത്രമല്ല ലോകമോഹവും അതിന്റെ ഇഷ്ടവും അവർ തള്ളിക്കളഞ്ഞവരാ. അവരെന്നേക്കും ക്രിസ്തുവിൽ ഇരിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ. പക്ഷെ ഇപ്പോഴെന്താണ് ചെയ്തത്? ആത്മീയ ജനനം മാറ്റിയിട്ട് രാഷ്ട്രീയ ജനനം പ്രാപിക്കുക. പുതിയ നിയമസഭയിൽ നിന്ന് ഇപ്പം കേരള നിയമസഭയിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എവിടെ എത്തി ദൈവസഭയുടെ വിശ്വാസം, ദൈവസഭയുടെ പോക്ക് എവിടെ എത്തിയെന്ന് ചിന്തിക്കണം. അപ്പം ബാലാക്കിയുടെ പണം മേടിച്ചുകൊണ്ട് ഇസ്രായേലിനെ ശപിക്കുവാൻ എഴുന്നേറ്റ ബിലയാമിനെ പോലെ ഈ നാളുകളിൽ പുതിയ നിയമസഭയുടെ ആത്മീയ നേതാക്കന്മാർ, പുതിയ നിയമസഭ വിശ്വാസികളൊക്കെ ആത്മീയ ജനനം വിട്ടിട്ട് ആത്മീയ വീണ്ടെടുപ്പിൽ നിന്ന് അവർ മാറി രാഷ്ട്രീയ വീണ്ടുജനം പ്രാപിച്ചിരിക്കുക. അവര് സഭയിലുള്ള വിശ്വാസികളെ മുഴുവൻ രാഷ്ട്രീയ ജനനത്തിലേക്ക് കൊണ്ടുവരുവാൻ, ആ ഉപദേശത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്, ദൈവമക്കൾ ചതിയിൽ അകപ്പെടരുത്. നമുക്ക് രാഷ്ട്രീയമായി വീണ്ടും ജന്മം വേണ്ട, ആത്മീയ വീണ്ടും ജന്മം മതി. വിലയം സാഹചര്യത്തെ പാപത്തിലേക്ക് നയിച്ചതുപോലെ ദൈവദാസി ദാസന്മാർ ആത്മീയ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ ദൈവജനത്തെ പാപത്തിലേക്ക് തള്ളിയിടുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് തള്ളിയിടുമ്പോൾ നിങ്ങൾ അതിന് വീട് പോകരുത് കേട്ടോ. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിത്യതയാണ്. അതുകൊണ്ട് ദൈവജനം എപ്പോഴും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവാണ് നേതാവ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ലീഡർ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്
പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ ലീഡർ. ഈ ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത്. അതുകൊണ്ട് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അനവധി ക്രൈസ്തവ സമം മദ്യപിക്കുന്നവരാ, പുകവലിക്കുന്നവരാ, പന്നസാലകൾ, ലഹരിയെല്ലാം ഉപയോഗിക്കുന്നവരാ, തല്ലും അട്ടിയും പെട്ടും പലരും ബാറിലും ബീവറേജിലും കള്ളുഷാപ്പിലും ഒക്കെയാ. അല്ലേലിയ. ദൈവസഭയ്ക്കകത്ത് വരാൻ ആളില്ല, ഉപദേശത്തിൽ നിൽക്കാൻ ആളില്ല. അല്ലേലിയ. പാപത്തിന്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ നീക്കിക്കളയണം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യമായി ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പൊ ഈ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരുടെ പിതാവിന്റെ സ്നേഹമില്ല. അല്ലേലൂയ, സ്തോത്രം. ഞാനൊരു പൊതു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിയല്ല. അല്ലേലൂയ. ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൊതു അഭിപ്രായം ചില കാര്യങ്ങൾക്ക് ഞാൻ കമ്മിറ്റ് കിട്ടാറുണ്ട്. പൊതു അഭിപ്രായം നല്ലത് ചെയ്യുന്നവരെ കാണുമ്പോൾ നല്ലത് പറയണം, ദോഷപ്രവൃത്തി കണ്ടാൽ നമുക്കതിനെ അതിനെ വിമർശിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്താഗതി തന്നെ നല്ലത്. അപ്പൊ രാഷ്ട്രീയം ഏതായിരുന്നാലും നമ്മൾ നല്ല വശം മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. നമുക്കിപ്പം കേരളം, ഭാരതം, ഇവിടെ BJP ഭരിച്ചാലും UDF ഭരിച്ചാലും LDF ഭരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആര് വേണമെങ്കിലും ഭരിക്കട്ടെ, പക്ഷെ നല്ല ഭരണമായിരിക്കണം എന്ന് മാത്രം. നല്ലത് ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഈ ലോകപ്രകാരമുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് മാനസാന്തരപ്പെടണം. അതാണ് ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് സത്യവേദ പുസ്തകം അവരവരുടെ ഭാഷകളിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഞാനൊരിക്കലും ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ ലോകത്തിൽ വലിയ ജാതിയാണ്, ഞങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും ഞങ്ങളുടെ ഒറ്റ ഭാഷയിലാണ് പ്രാർത്ഥന, ഞങ്ങൾ ഒറ്റ ഭാഷയിലേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, നിങ്ങൾ ഒറ്റ ഭാഷ മറ്റാർക്കും മനസ്സിലാകത്തില്ലല്ലോ. അല്ലേ? ഒറ്റ ഭാഷയിൽ സംസാരിച്ച് മറ്റാർക്കും മനസ്സിലാക്കത്തില്ല, കാരണം മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയേണ്ടി വരുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന മേഖല, ഞാൻ നിൽക്കുന്ന സാഹചര്യം, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിൽ 7093 ഭാഷകളോളം ഉണ്ട്. ആ എല്ലാ ഭാഷകളിലും അവരവരുടെ ഭാഷയിൽ ഞങ്ങളുടെ ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ദൈവദാസന്മാർ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുക. അതായത് 3000 ചില്ലുവാനും ഭാഷകൾ ബൈബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, പഴയതും പുതിയതുമായിട്ട്. ബാക്കിയുള്ള ഭാഷയിലും കർത്താവിന്റെ വരവ് താമസിക്കുകയും അത് പ്രിന്റിങ് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് തിരിച്ചറിയണം. അല്ലെങ്കിൽ സത്യം അറിയണ്ടേ? സത്യം എല്ലാവരും അറിയണം. സത്യത്തിന് വേണ്ടി മാത്രമേ കൂട്ടി നിൽക്കാവുള്ളൂ. അപ്പൊ ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിലില്ല. ലോകപ്രകാരം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ കർത്താവിന്റെ പിതാവിന്റെ സ്നേഹം നമ്മളില്ല. എന്നിട്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല. അല്ലല്ലേ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും പിതാവിൽ നിന്ന് വരുന്ന, ഇതൊക്കെ എവിടെ നിന്ന്? സാത്താൻ കൊണ്ടുവരുന്നതാണ്. സാത്താൻ നമ്മുടെ ഉള്ളിൽ ആധിപത്യം പുലർത്തുവാൻ, സാത്താൻ നമ്മുടെ കുടുംബത്തിൽ വാഴുവാൻ, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വാഴുവാൻ, അവന്റെ തന്ത്രങ്ങളിൽ ഞാനും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. പിശാച് എന്ന് പറഞ്ഞ ചതിയനാണ്, വഞ്ചകനാണ്, അവൻ ക്രൂരനാണ്, നിഷ്ഠൂരനാണ്, അവൻ ദുർഗുണങ്ങൾ നിറയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവൻ പാപിയാണ്, അല്ലെങ്കിൽ കുലപാതകനാണ്, ചതിയനാണ്, വഞ്ചകനാണ്, അവൻ നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്, അല്ലെങ്കിൽ അവന് സത്യം ഒട്ടുമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് പൈശാചിക തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ അപ്പം മനുഷ്യവർഗത്തിന്റെ അല്ലെങ്കിൽ മഹിയായ ഹവ്വയും മനുഷ്യവർഗത്തിന്റെ അല്ലെങ്കിൽ മുഴുവൻ മാതാവായ അല്ലെങ്കിൽ ഹവ്വയും അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെയും പാപത്തിലേക്ക് നയിച്ചത് സാത്താന. അല്ലെങ്കിൽ അപ്പൊ സ്ത്രീയുടെ സന്തതിയും ലോകരക്ഷിതാവുമായ അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിനെയും സാത്താൻ പരീക്ഷിക്കാൻ ശ്രമിച്ചു. സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചതാണല്ലോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. മത്തലക്കാര്യത്തിൽ മറിയിൽ യേശുവിന്റെ അമ്മയെ മറിയിൽ.
സോറി, ഞാൻ മന്ദലക്കാരി പറയല്ല, യേശുവിന്റെ അമ്മ മറിയ. യേശുവിന്റെ അമ്മയായ മറിയയിൽ ആമേൻ ഈ ലോക രക്ഷിതാവ് ജനിച്ച മനുഷ്യപുത്രനായിരിക്കുന്ന യേശു അല്ലേ. അപ്പോൾ തന്നെ അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രനായിരിക്കെ ചെയ്ത് തന്നെ ആ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും ചതിപ്പാൻ, വഞ്ചിക്കപ്പെടുവാൻ പിശാച് ശ്രമിച്ചുവെന്ന് നമ്മൾ മത്തായി വിശേഷം 4-ലും ലൂക്കോസ് 4-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പിശാച് ആരും ചതിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ പരീക്ഷിച്ചത് അലിയ 3 മാർഗത്തിലൂടെ യേശുവിനെ അല്ലെങ്കിൽ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക, ആമെ ദൈവാലയത്തിന്റെ അഗ്രതമേൽ കൊണ്ടു നിർത്തി താഴോട്ട് ചാടാൻ പറയുക, ആമെ ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടു ഇതെല്ലാം എന്റേതാണ്, എന്നെ വീട് നമസ്കരിച്ചതെല്ലാം നിന്റേതാകും. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമെല്ലാം യേശുവിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനെ പിശാച് ആമെ തകർക്കാൻ തന്ത്രത്തിലൂടെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ യേശു സാത്താന്റെ പരീക്ഷകളെല്ലാം ജയിച്ചു. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. യേശു ലോകത്തിലുള്ളതിനെ അല്ല സ്നേഹിച്ചത്. പിതാവ് തന്നിൽ പകർന്നിരിക്കുന്ന, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം. എന്താണ് ആ ദൗത്യം? ആദാമും ഒവ്വയും പാപത്തിൽ വീണ് മുഖാന്തരം സകല ജനങ്ങളും ആദാമി പാപത്തിൽ വീണ് കിടക്കുന്നുണ്ട്. ആ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ പാപപരിഹാരം നൽകി, പാപമോചനം നൽകി, അവനെ ലോകത്തിൽ നിന്ന് വേർപിടിച്ച്, ലോകമോഹത്തിൽ നിന്ന് വേർതിരിച്ച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിന് വേർതിരിച്ച് അവനിൽ ക്രിസ്തുവിലൂടെ വീണ്ടും ജനം നൽകുവാൻ, ക്രിസ്തുവിലൂടെ പുതിയ ജീവിതം നൽകുവാൻ, നഷ്ടപ്പെട്ടുപോയ ഏദൻ അവന് തിരിച്ചു നൽകുവാൻ വേണ്ടി, നഷ്ടപ്പെട്ടുപോയ പ്രതീസ, അത് സ്വർഗ പ്രതീസ ഈ പുതിയ നിയമസഭയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിനെ ഈ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ യേശുവിനെ മാത്രമേ അനുഗമിക്കാവുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, അപ്പൊ ഈ ജഡമോഹം ഹല്ലേലൂയ എന്ന് പറഞ്ഞ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3:6 കാണുന്നത്, വൃക്ഷഫലം തിന്മാൻ നല്ലത് എന്ന് പറഞ്ഞാൽ ജഡമോഹത്തെ, കാണുവാൻ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞാൽ കൺമോഹത്തെ, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്പി എന്ന് പറഞ്ഞാൽ ജീവനത്തിന്റെ പ്രതാപത്തെ ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെയാണ് സാത്താൻ ക്രിസ്തുവിനോട് കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞത്. സകല രാജ്യങ്ങളെ കാണിച്ചു, അഗ്രത്തിൽ ദൈവാലയത്തെ അകത്ത് ചാടുവാൻ പറഞ്ഞത്. ഇത് സാത്താൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ കൊണ്ടുവരും. പിശാച് ഏത് വിധത്തിലും ചതിവിലകപ്പെടുത്തും. അതുകൊണ്ട് യുവാക്കന്മാരോട് പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കൂടെ പോലും പിശാച് തന്നെ അടിയറ വെപ്പിച്ചിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ തള്ളിക്കളയാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കണം. ദൈവസ്നേഹമായിരിക്കണം നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ. പാപത്തിന്റെ വശീകരണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, മോഹന വാക്തത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ പിശാച് കൊണ്ടുവരുമ്പോൾ, കണ്ണുകൾക്ക് ഇമ്പം നൽകുന്ന കണ്ണുകളെ ഹല്ലേലൂയ ആമേൻ ആകർഷിക്കുന്ന വിധത്തിലുള്ള പലതും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടോണം, രക്തം ചെയ്യും. കാരണം ഈ ലോകത്തിലല്ല നമ്മുടെ ജീവിതം. ഈ ലോകത്തിൽ നമുക്ക് താൽക്കാലിക ജീവിതമാണ്. ബൈബിൾ പറയുന്നത് 70 ഏറെയായ 80 അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ 100-ഉം 110 ഒക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം അവരെ ഏത് സമയത്തും നമ്മൾ അറിയാത്തത് കൊണ്ട്, അവൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ ഓടിപ്പോകുമ്പോഴോ രാവിലെ ഏത് സമയത്താണ് യേശു വരുന്നറിയാത്തവണ്ണം കള്ളനെ പോലെ വരുമെന്ന് വേദപുസ്തകം പറയുന്നു. നൊടി നേരത്തിന്റെ കണ്ടുവെക്കുന്നിടയിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപത്തിൽ വീണ് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ വീണ് കിടന്നാൽ നിനക്ക് നഷ്ടപ്പെടുന്ന നിത്യതയാണ്. ഹല്ലേലൂയ. നമ്മുടെ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല ശ്രോതാവി. ഹല്ലേലൂയ. മാതാപിതാക്കളെ, മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയും. നമ്മുടെ ഈ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച ഞാനും നിങ്ങൾ വസിക്കുന്ന ഈ മൺകൂടാരം, ഈ മൺപാത്രം, ഈ നമ്മളാകുന്ന മൺപാത്രം, ഇത് മാത്രമേ ഇവിടെ നശിക്കുന്നുള്ളൂ. അത് ഈ മണ്ണിലേക്ക് ചേരുമ്പോൾ എന്നിലും നിന്നിലും പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. അത് ദൈവത്തിന്റെ ശ്വാസമാണ്. ആ ദൈവം നമ്മുടെ മൂക്കിൽ ഊതി, ആദമിലും ഓവിലും ഊതി ആ ശ്വാസമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അത് ജീവനാണ്. ആ നമ്മളിൽ ശരീരം ജഡത്തോട് ചേരുമ്പോൾ ഈ ആത്മാവ് ആമേൻ മരണമില്ലാതെ നിത്യതയിൽ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ഇവിടെ വിശുദ്ധ ജീവിതം നയിക്കണം. അല്ല ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണാൽ നിങ്ങളുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകും. നിത്യനരകത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. കണ്ണുനീരും ദുഃഖങ്ങളും മുറവിളിയും മാത്രമായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ കുലപാതകനായിരിക്കുന്ന കായിൻ തൊട്ട് സകല ദുഷ്ടന്മാരും ആമീൻ നികളം മുത്ത് വെട്ടേറ്റ് വീണ ലൂസിഫർ അടക്കമുള്ള അവന്റെ കോടാനുകൂടി ദൂതന്മാർ, അവന്റെ അണികളും നരകത്തിൽ വാണുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. പാപിയായി മനുഷ്യൻ മരിച്ചാൽ ചെല്ലുന്നത് അവിടോട്ടാണ്. അവൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, സ്വസ്ഥത പിടിക്കത്തില്ല. മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ കൊണ്ട് വിവിധ തലത്തിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യനും ഈ നരകത്തിലേക്കാണ് പോകുന്നത്. അവർക്കൊന്നും ഒരിക്കലും മോചനമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആത്മീയജനം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ലോകത്തിനുള്ളിൽ സ്നേഹിക്കാതെ ജനമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്നൊക്കെ വേർപെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജനം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ സ്വർഗരാജ്യമാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ കണ്ണുനീരില്ല എന്ന്, ദുഃഖമില്ല എന്നൊക്കെ നമ്മൾ വെളിപ്പാട് 21 വായിച്ച് കാണാൻ കഴിയും. അവിടെ ദൂതന്മാരും ഗരുവുകളും സറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ സംഘമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പിതൃപുത്ര പരിശുദ്ധന്മാവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയും. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഈ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ എല്ലാത്തിനെയും നീ ഉപേക്ഷിച്ചിട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവാത്മാവി പ്രഭാതത്തിനോട് ബുദ്ധി പറയുക. ഹല്ലേലൂയ. നീ അനുവർത്തിച്ചു കൊണ്ട് ചെയ്തു പോരുന്ന സകല പാപങ്ങൾ നീ മോചനം പ്രാപിക്കണം. ഒരു കൊള്ളപ്പലിശക്കാരും ഒരു ബ്ലേഡുകാരനും ദൈവരാജ്യത്തെ പ്രവേശിക്കത്തില്ല. ഒരു മദ്യപാനിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരു രാഷ്ട്രീയക്കാരനും. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൊക്കെ സ്വർഗത്തിൽ പോകുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ വിഷം കലർത്തിയവരാകരുത്. അല്ലേ? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വിഷം ഉള്ളിൽ വരരുത് നമ്മുടെ ഉള്ളിൽ. അല്ലേ? സ്വതം ഞാനൊക്കെ പണ്ട് കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആരെയും ചീത്ത വിളിക്കുക, ആരെയും പരിഹസിക്കുക, ആരെയും നിന്ദിക്കുക, ആർക്കെതിരെ എന്തും പറയാൻ മടിയില്ലാത്ത അസഭ്യം വിളിച്ച് പറയുന്ന രാഷ്ട്രീയ വിഷം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ഒരു 25 വർഷമുണ്ട്. അല്ലേ? ആ വിഷം എന്റെ ഉള്ളിൽ എടുത്ത് നീക്കിയത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമാണ്, യേശുവാ. ആ വിഷം മാറി ഞാൻ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോഴാണ് ദൈവരാജ്യത്തെ കുറിച്ച് എനിക്ക് ബോധ്യമായത്. അപ്പോൾ ഞാൻ ലോകത്തിലുള്ളതിനെ ഞാൻ സ്നേഹിക്കാതെ ജനമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപത്തേക്ക് വിടിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിനുള്ള വീണ്ടും ജന്മം പ്രാപിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്കൊരു നല്ല ജീവിതം തരാൻ കർത്താവ് ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന് തകർച്ച മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ തകർച്ച മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ കുടുംബജീവിതം തകർന്നതിന് യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിനക്ക് രക്ഷ നൽകുവാൻ, സന്തോഷം നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യം നിനക്കൊരു മോചനം നൽകാൻ വേണ്ടി യേശു ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നീ ലോകത്തെ വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആശകളുണ്ടാകും. ആശകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അത് പ്രലോഭനമായി മാറും. പ്രലോഭനം അത് മോഹങ്ങളിലേക്ക് കൊണ്ടുവരും. ആ മോഹം ഗർഭം ധരിച്ചിട്ട് കുറച്ചു നാളിൽ അത് പാപത്തെ പ്രസവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ലോകം എന്ത് ചെയ്യുന്നു അത് കണ്ടു പോകാനല്ല, ലോകം ചെയ്യുന്നത് പോലെ ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരും വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിളിച്ചു സുവിശേഷം പറയാൻ വേണ്ടിയാണ്. രാഷ്ട്രീയം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല. രാഷ്ട്രീയക്കാരെ കൊണ്ട് നടത്തി പ്രസംഗിക്കാൻ വേണ്ടി. ഇന്നത്തെ ദൈവസഭയുടെ മീറ്റിങ്ങുകൾക്കകത്തൊക്കെ വാ പൊളിച്ച നുണ പറയുന്ന കള്ളന്മാരായിരിക്കുന്ന രാഷ്ട്രീയക്കാരെ ദൈവസഭയുടെ കൺവെൻഷനകത്തൊക്കെ പ്രസംഗിക്കാൻ വരുന്നത്. അല്ലേ? ലജ്ജാപകം, ഫ്രീസരോ അല്ലാതെ എന്തൊക്കെ ഇതിൽ പറയുന്നത്. അപ്പം ദൈവം നമ്മെ വിളിച്ചത് രാഷ്ട്രീയ പ്രസംഗത്തിനല്ല, രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായിടാനല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് ആത്മീയ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ പോലെ, ജ്യോതിസുകളെ പോലെ ദൈവത്തിന് സൗരഭ്യവാസനയായി, കർത്താവിന് സുഗ്രാഹ്യ യാഗമായി നാം സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് യേശു നമ്മെ വേർതിരിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയത പ്രസംഗിക്കരുത്. നീ രാഷ്ട്രീയക്കാരൻ ഉടുപ്പിടരുത്. രാഷ്ട്രീയക്കാരനായി നീ മാറരുത്. രാഷ്ട്രീയമായി നീ ദൈവജനത്തെ വീണ്ടും ജനത്തിലേക്ക് കൊണ്ടുപോകാൻ, രാഷ്ട്രീയ വീണ്ടും ജനം അതിലേക്ക് നീ ജനത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകരുത്. നീ മാനസാന്തരപ്പെടണം. നിനക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രൗഢിയുണ്ട്, ഹല്ലേലൂയ, സ്ഥാനമാനങ്ങൾ, ഉയർച്ചയുണ്ട്. നിന്നെ ലോകം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? നീ പറയുന്നതെല്ലാം സത്യമാണ്. നീ പറയുന്ന വഴിയുടെ ജനം നടക്കണം. നീ ശാഠ്യം പിടിക്കരുത്. അത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. ഒരു ആത്മീയമായത് മാത്രമേ ചിന്തിക്കാവുള്ളൂ, ആത്മീയമായത് മാത്രമേ പറയാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പ്രാകൃത മനുഷ്യനെ, ജട്ടിക മനുഷ്യനെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്.
അവിടെ വചനം പറയണ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ ദൈവത്തിന്റെ വഴിവിട്ടു പോയത് കൊണ്ട് തന്റെ സ്വയം ഇഷ്ടം ചെയ്യുവാൻ ഒരുമ്പെട്ടു. ഇതിനാൽ ദൈവം അവനെ ഉപേക്ഷിച്ചു. ശൗലിന്റെ പുത്രനായിരിക്കുന്ന യോനാഥാൻ ഇത് മനസ്സിലാക്കി തന്റെ പിതാവായ ശൗലിനെ വിട്ട് ദൈവം അമലരിയ ആക്കുന്നതും ദാവീദിനോട് ദൈവം കാണിച്ച കരുണയനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് യോനാഥാൻ തയ്യാറായി എന്നുള്ളതാണ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 20:17 വായിച്ചാൽ നമുക്ക് ഭാഗം കാണാൻ കഴിയും. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിനകത്തൊക്കെ അത് വായിക്കാൻ കഴിയുമെന്ന് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 20:17 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ടും പിന്നെയും സത്യം ചെയ്യിച്ചു. കണ്ടോ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തതാ. ദൈവമാണ് ശമൂവേലിനെ കണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം വഴി വിട്ടുപോയ ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിനൊരാളിനെ ആവശ്യമാ. അതുകൊണ്ട് ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിനെ ദൈവത്തെ തെരഞ്ഞെടുത്തതായതുകൊണ്ടും എന്ത് ചെയ്തു? യോനാഥാൻ തന്റെ അപ്പനായിരിക്കുന്ന ശൗലിന്റെ ഉപദേശത്തിൽ നിന്ന് വിട്ട് ദാവീദിനെ സ്നേഹിച്ചു എന്ന് കാണാൻ കഴിയും. ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടി ശൗൽ ചെയ്തിരുന്ന ചതി ആലോചനകളിൽ നിന്നും ദാവീദ് രക്ഷപ്പെടുവാനുള്ള വഴികൾ ദാവീദിന് യോനാഥാൻ കാണിച്ചു കൊടുത്തു. ദാവീദിന്റെ ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു, രാജസ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ശൗൽ അഭിഷേകമില്ലാത്തവനാണ്. അപ്പൊ എന്ത് ചെയ്തു? അഭിഷേകമുള്ള ശൗലിന് പകരം രാജാവായി വാഴിച്ച ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ശൗല് തന്ത്രങ്ങൾ മെനയുന്നത് ശൗലിന്റെ മകനായിരിക്കും യോനാഥാൻ അറിഞ്ഞിട്ട് യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച ദാവീദിനോട് വിവരം പറഞ്ഞു, എന്റെ അപ്പൻ നിന്നെ കൊല്ലുവാനുള്ള പദ്ധതികളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിലെ രാജാവും അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് യോനാഥാൻ പറയുന്നത് നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് 23:16-17 വായിച്ചിങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. സീബ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. കണ്ടോ, സ്തോത്രം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഒരുവിന് വേണ്ടി ദൈവം തന്നെ ചില വഴികൾ ഒരുക്കി തരും. നാം ദൈവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവമായിട്ടാണ് നമ്മുടെ ബന്ധമെങ്കിൽ, നാം ദൈവിക കൂട്ടായ്മയിലാണെങ്കിൽ പിശാച് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചതിക്കുഴികളെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവ സമയാസമയങ്ങളിൽ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. അപ്പൊ സീഫ് മരുഭൂമിയിലായിരിക്കുന്ന ദാവീദിനെ ഒടുക്കിക്കളയാൻ വേണ്ടിയിട്ട് ശൗലെടുത്ത പദ്ധതികൾ, ശൗലെടുത്ത തീരുമാനങ്ങൾ, അത് ദാവീദിനെ അറിയിക്കുന്നത് ആരാണ്? ദാവീദിന്റെ ശത്രുവായിരിക്കുന്ന ശൗലിന്റെ മകൻ യോനാഥാന. അപ്പൊ നോക്കി, ശത്രുക്കും പാകം യേശുവിനൊക്കുന്ന ദൈവമെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പാടിയതുപോലെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്കെതിരെ ശത്രുവായ ദുഷ്ടൻ പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ നീ അതിലേക്ക് വീണു പോകാതെ നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ, ലോകത്തിലുള്ള സ്നേഹിക്കാതെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവായ യേശു ആത്മീയജന്യം പ്രാപിച്ച നീ ആ അനുഭവത്തിൽ നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നിന്റെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞത്? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശൗലിനെ പോലെ നിന്റെ ജീവിതത്തിനകത്ത് പല വ്യക്തികളും തന്ത്രങ്ങൾ മെനഞ്ഞ് നിന്നെ ആത്മീയതയും തട്ടിക്കളയുവാൻ, ആത്മീയ ജീവിതത്തെ തട്ടിക്കളയുവാൻ, നിന്റെ ജീവിതത്തിന്റെ സമാധാനം കെടുത്ത് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തിന് അരാജകത്വം കണ്ണുനീര് കൊണ്ടുവന്നതിന്റെ ബിസിനസ് മേഖലയെ തകർക്കുവാൻ, നിന്റെ ജോലി മേഖലയെ തകർക്കുവാൻ, നിന്റെ കാർഷിക ക്ഷീരമേഖലയെ തകർക്കുവാൻ, നീ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ചില ശൗലിന്റെ പദ്ധതികൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്കെതിരെ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കുവാൻ ദുഷ്ടന് കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിനക്കൊരു ജയമുണ്ട്. എന്നെ കേൾക്കുന്ന യുവദൈവാമി, നിനക്കൊരു വിജയം ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ മുമ്പിൽ പരാജയത്തെ സാത്താൻ കൊണ്ടുവന്ന് നിന്റെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് തള്ളിയിടാതെ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. പോകുന്നു. ദൈവേഷ്ടം ചെയ്യും. നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലൊരു മതത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കും, ഒരു മതനേതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്, ഒരു രാഷ്ട്രീയക്കാരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. നീ ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുന്നത് അതിമഹത്തായ ശ്രേഷ്ഠമായ ദൈവിക വാഗ്ദത്തങ്ങൾ, ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ആകാശത്തിന്റെ കിളിവാതിലുകൾ നിനക്ക് വേണ്ടി തുറന്ന് സ്ഥലം പോരാത്ത വരുവോളം, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്ന എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമ്മൾ എഫെസ്യർ 4:19 വായിക്കുന്നത്. നിന്റെ സകല പ്രശ്നങ്ങളിൽ ദൈവം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. ഈ പ്രഭാതത്തിൽ കണ്ണുനീരോടെ ഇരിക്കുന്നവരുണ്ട്, വേദനയോടെ ഇരിക്കുന്ന, ദുഃഖത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങൾ കടന്നു പോകുന്നവരാ, പല പ്രതിസന്ധികളും നേരിടാറുണ്ട്. ഹല്ലേലൂയ. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാറുണ്ട്. അതിന് കർത്താവ് പറയുകയാണ്, നീ ദൈവ ഇഷ്ടം ചെയ്യാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ പ്രവർത്തിക്കും. നീ ദൈവഇഷ്ടം ചെയ്താൽ ദൈവത്തിന്റെ ഇഷ്ടം നിന്റെയും നിന്റെ കുടുംബത്തിനും പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ഈ ദൈവം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചത് ദൈവരാജ്യത്തെ കുറിച്ച് പറയാനാ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാനാ. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം കേട്ടോ. രക്തം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിയിലായിരുന്നാലും, മതത്തിലായിരുന്നാലും, ഏത് വിശ്വാസത്തിൽ, ഏത് മാർഗത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് തത്വത്തിലായിരുന്നാലും, ഹല്ലേലൂയ, കർത്താവിന് നിന്നെക്കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമി ജാതിയൊക്കെ മനുഷ്യൻ കൊണ്ടുവന്നതാണ്, ജാതിയും മതങ്ങളൊക്കെ മനുഷ്യൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ കർത്താവിന് ജാതിയില്ല, മതമില്ല. കർത്താവ് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഒരു മതത്തിന്റെ സ്ഥാപകനായിരുന്നു, ഒരു മതത്തിന്റെ ലീഡറായിരുന്നില്ല. കർത്താവിന്റെ ജാതിയെ കൊണ്ടുവന്നില്ല, ജാതി തിരിച്ചിട്ടില്ല. ജാതി ആചാരങ്ങളും കർമ്മങ്ങളും ജാതികൾക്കുള്ള ദൈവങ്ങളെ ഒന്നും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. കർത്താവിന് രണ്ട് ജാതിയുള്ള ആണും പെണ്ണും എന്നുള്ള ജാതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാം കർത്താവിന്റെ മക്കളാണ്. നീ ഏത് രാജ്യക്കാരൻ, ഏത് ഭാഷക്കാരൻ, ഏത് സംസ്കാരത്തിലുള്ളവനായിരുന്നാലും നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നിനക്ക് ദൈവിക അവകാശങ്ങളുണ്ട്. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ റോമലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് നീ വിശ്വാസത്താൽ പ്രാപിക്കണം. ഹല്ലേലൂയ. നീ വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് അവനോട് പറ്റിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ നിന്നോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. പിതാവിന്റെ വലം കൈ പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലം കൈ പിടിച്ച് അനുദിനം നീ യാത്ര ചെയ്താൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ അല്ലലുകളെല്ലാം ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് പരാതികളും പരിഭവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പരാതിപ്പെട്ടി തന്നെയാണ് മനുഷ്യൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫീസുകളിലും ചില പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ പരാതിപ്പെട്ടി എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പരാതി ഉണ്ടെങ്കിൽ എഴുതി അതിനകത്തിടാം എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജീവിതം പരാതികളും പരിഭവങ്ങളും കൊണ്ട് നിറയപ്പെട്ട ഒരു പരാതിപ്പെട്ടിയാണ്.
അപ്പം നമ്മുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ നിറയപ്പെട്ട നമ്മളാകുന്ന ഈ പരാതിപ്പെട്ട് തുറന്നു നോക്കുവാൻ ഒരുവനുണ്ട്. അതാരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ നിന്റെ പരാതികളും പരിഭവങ്ങളും കണ്ടിട്ട് അടച്ചു പൂട്ടി വെക്കുന്നവനല്ല യേശു. ആ വിഷയത്തിന് മറുപടി തരുന്നവനാണ്. ഏത് വിഷയത്തിൽ നീ കരയുന്നോ, പ്രാർത്ഥിക്കുന്നോ, കണ്ണുനീർ തൂകുന്നോ, ഏത് വിഷയത്തിന് നടുവിൽ നീ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നോ, അതിന് നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ വിഷയത്തിന് പരിഹാരം നൽകുന്ന ദൈവമുണ്ട്. നിന്നെ സ്വാതന്ത്ര്യപ്പിക്കുന്ന ദൈവമുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യവസ്ഥയുള്ളൂ. ദൈവം പറയുന്നത്, നീ ലോകത്തിന് മോഹത്തെ നീ ഉപേക്ഷിക്കണം. ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ നീ നീക്കിക്കളയണം. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നിന്നെ സമർപ്പിക്കണം. പ്രൈസലോടല്ലേ. നമ്മൾ ഈ ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവുള്ളവരായി തീരണം. അല്ലേ? അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അല്ലേ? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കർത്താവിൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാ. അല്ലേ? അപ്പൊ യേശുവിനെ അനുഗമിപ്പാൻ ഞാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ, അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ ലോകമോഹങ്ങളിൽ ത്യജിക്കണം. ലോകത്തിലുള്ള ത്യജിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവത്തേക്ക് ത്യജിക്കണം. അതിനെല്ലാം വലിച്ചെറിയണം. എങ്ങോട്ട്? സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയണം. രക്തം ചെയ്യണം. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ദൈവം ഒരു ദിവസം ഒരുക്കി വെച്ചിരിക്കും. ദൈവം നിനക്കൊരു നന്മ ഒരുക്കി വെച്ചിരിക്കും. ദൈവം നിനക്കൊരു അല്ലെങ്കിൽ ഒരു അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുക. അത് നീയും നിന്റെ കുടുംബവും അനുഭവിക്കും. രക്തം ചെയ്യും. നിന്നെ കൈവിട്ട് കളയുന്നവനല്ല, നിന്നെ തള്ളിക്കളയുന്നവനല്ല, നിന്നെ അനാഥനായി വിടുന്നവനല്ല ദൈവം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 11:40 വരുന്ന കാണാൻ കഴിയും. അല്ലേ? എന്താണ് ചിലർ പറഞ്ഞ്, ഞാൻ അനാഥനാണ്, ഞാൻ അനാഥയാണ്, എനിക്ക് ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ബന്ധുക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, എല്ലാവരും ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ അനാഥനാണെന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? അല്ലേ? വാസ്തവത്തിൽ നിങ്ങൾ അനാഥനാണോ ശ്രോതാവേ? പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ട്, ഞാൻ അനാഥനാണല്ലോ, അനാഥനായി പോയല്ലോ, എനിക്ക് ആരുമില്ലോ ചിന്തിക്കണം. അപ്പം ഞാൻ എന്നോട് ചോദിക്കും, ഞാൻ അനാഥനാണ്. ഞാൻ അനാഥനാണെങ്കിൽ ഞാൻ ഈ ഭൂമി കാണത്തില്ലല്ലോ. അനാഥനായ ആരും ഈ ഭൂമിയിലല്ല. എല്ലാവർക്കും ഒരു ഉറവിടം ഉണ്ടെന്നേ. ലോകത്തിൽ നമ്മൾ ഒരുപക്ഷെ അനാഥനായി മാറിയാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അനാഥനല്ല. രക്തം ചെയ്യും. അല്ലേ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ നമുക്കറിയാം, വെളിപ്പാടുകൾ ലഭിച്ച യോനാഥാൻ, ശൗലിന്റെ മകനായിരിക്കുന്ന, പഴയ നിയമത്തിലെ രാജാവായിരിക്കുന്ന ശൗലിന്റെ മകനായിരിക്കും യോനാഥാൻ, വെളിപ്പാടുകൾ ലഭിച്ചു. ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അറിഞ്ഞു. ദാവീദിനോട് കൂടി ചേർന്നിരുന്നു. ദാവീദിനോട് കൂടി ചേർന്നിരുന്നില്ല. ദാവീദ് കാട്ടിൽ താമസിച്ച് യോനാഥാനാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ശൗലിന്റെ അരമനയും വേണം, ദാവീദിന്റെ ബന്ധവും യോനാഥാന് വേണം. അല്ലേ? യോനാഥാന് ശൗലിന്റെ അരമനയും വേണം, ദാവീദുമായിട്ടുള്ള കൂട്ടുകെട്ടും വേണം. അല്ലേ? അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി അബ്രഹാം തന്റെ ദേശത്തെയും തന്റെ ചാർച്ചക്കാരെയും വിട്ടതുപോലെ നീ ദൈവിക അനുഗ്രഹം പ്രാപിക്കണ സകലവും വിടണം. കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ അല്ലേലൂയ തന്റെ അപ്പനായിരിക്കുന്ന തേറഹിനോടൊപ്പം ചേർന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിന് ചായം പൂശി വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നവനാണ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. ഉൽപ്പത്തി പുസ്തകം 11:12 വരുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ അപ്പനോടൊപ്പം ചെയ്തുകൊണ്ടിരുന്ന കുലത്തൊഴില കൈത്തൊഴിലൊക്കെ ചെയ്ത് ഉപജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയായ ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12 അല്ലെങ്കിൽ അബ്രഹാമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പൊ അബ്രഹാമിന്റെ നീ സകലത്തെയും വിടണം. അല്ലേ? ലോകത്തെയും ലോകമോഹത്തെയും വിടണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അബ്രഹാമെ നീ വിടണം. എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അത് പാലിനും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ്. അത് ഞാൻ നിനക്ക് അവകാശമായി തരിക. അതേപോലെ നമ്മളെ അബ്രഹാമിനെ പോലെ സകലവും വിടാൻ തയ്യാറാകും.
പക്ഷെ യോനാഥൻ എല്ലാം വിടാൻ തയ്യാറായില്ല. യോനാഥൻ അരമന വിടത്തില്ല, അല്ലെങ്കിൽ യോനാഥൻ ശൗലിന്റെ അരമന വിടത്തില്ല. പക്ഷെ അബ്രഹാം സകലതും വിട്ടു. ഇന്നും നിങ്ങളും യോനാഥനെ പോലെ അരമന വിടത്തില്ല. ദൈവസ്നേഹവും വേണം നിങ്ങൾക്ക്. നിങ്ങൾ ഈ ലോകസ്നേഹവും വേണം, ദൈവത്തിന്റെ സ്നേഹവും വേണം. അതാണ് നിങ്ങളുടെ ചിന്ത. എന്റെ ദൈവാത്മാവ് പറയാൻ എന്താണ്? അബ്രഹാമിനെ പോലെ സകലവും വിടണം. സകലതും വിട്ടിറങ്ങിയ അബ്രഹാം, അല്ലെങ്കിൽ പിന്നത്തേതിൽ അബ്രഹാമിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്നും ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സകലത്തെ വിടണം. ചിലർ കാണത്തില്ലേ, പാരമ്പര്യം വിടത്തില്ല. ചിലർ കാണത്തില്ലേ, അവരുടെ കഴിഞ്ഞ കാലത്തിൽ ഞാൻ എന്തു വന്നാലും എന്റെ പാരമ്പര്യം വിടത്തില്ല, എന്റെ കുടുംബം എന്റെ തറവാടൊന്നും വിടത്തില്ല. നീ മുറുകെ പിടിച്ചു അവിടെ വെച്ചുകൊണ്ടിരുന്നോ. അല്ലേലയ്യ, അബ്രഹാം വിട്ടു പോകുന്നത് പോലെ നീ വിട്ടു പോന്നാൽ ഒരു അനുഗ്രഹം ദൈവം നിനക്ക് തരും. യോനാഥാനെ പോലെ നിനക്ക് അരമനയും വേണം, ദാവീദും വേണം എന്ന് പറഞ്ഞ് നിന്നാല് അവസാനം അപ്പന്റെ വഴിയിൽ വീണ് മരിച്ചതുപോലെ, ശൗൽ വീണ് മരിച്ചതുപോലെ, അതിന്റെ പിന്നാലെ യോനാഥാൻ മരിച്ചതുപോലെ നിന്റെ അപകടം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വേദപുസ്തകം പഠിച്ചാൽ മതി കേട്ടോ. വേദപുസ്തകം പഠിച്ച് ഇതൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേരിയ. അപ്പൊ ഇവിടെ നമുക്കറിയാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അബ്രഹാം തന്റെ ദേശത്തെയും തന്റെ ജാതകാരെയും തന്റെ അപ്പന്റെ കുടുംബത്തെയും വിട്ട് പുറപ്പെട്ടതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി സ്തോത്രം, അബ്രഹാം എന്ത് ചെയ്തു? സകലവും വിട്ടു. ദൈവ സ്നേഹത്തിന്റെ ബന്ധത്തിന് വേണ്ടി, ആ ബന്ധം നിലനിർത്താൻ അബ്രഹാം സകലവും വിട്ടു. എന്നാൽ സ്തോത്രം, ലോക സ്നേഹവും അല്ലെങ്കിൽ ദൈവസ്നേഹവും ദാവീദിന്റെ സ്നേഹം നിലനിർത്താൻ യോനാഥൻ രണ്ടും പിടിച്ചോണ്ടിരിക്കുക. അല്ലേലിയ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരായി, ഇവിടെ ദൈവത്തിന് വചനം കാണുന്നുണ്ട്. അല്ലേലിയ, രാജകീയ അരമനയിലുള്ള സുഖ സൗകര്യങ്ങളിൽ സന്തോഷത്തെയും കുറിച്ച് മോശ ചിന്തിക്കാതെ മിസൈൽ വിട്ടുകൊടുക്കുന്നതാണ്. മോശ ഫറവോന്റെ പുത്രിയുടെ മകനാണ്. ഫറവോന്റെ പുത്രി എടുത്ത് വളർത്തിയതാണ്. ഇസ്രായേലിലെ രാജകീയ പ്രൗഢിയുണ്ട്. ഫറവോ കഴിഞ്ഞ പിന്നെ രാജസിംഹാസനത്തിൽ വരുന്നവന് രാജകുമാരനാണ്. അങ്ങനെ മിസ്രൈമിലെ, ഈജിപ്തിലെ സകല രാജകീയ പ്രൗഢിയും വിട്ടിട്ട് മോശയ്ക്ക് 40 വയസ്സായപ്പോൾ മോശ മിസ്രൈം വിട്ടു പോന്നു. അപ്പൊ അബ്രഹാം തന്റെ ദേശം രാജകാരൻ വിട്ടു. ഈജിപ്തിലെ സകല സുഖ സൗകര്യങ്ങളും വിട്ട് സ്വതം മോശ പുറത്തു വന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ സകലതും വിടണം. ലേരിയ, സകലതും വിട്ട് ദൈവരാജ്യം തെരഞ്ഞെടുക്കണം, സ്വർഗം തെരഞ്ഞെടുക്കണം, ദൈവ ഇഷ്ടം തെരഞ്ഞെടുക്കണം. അല്ലേരിയ, അങ്ങനെ നീ ലോകത്തിന്റെ സുഖഭോഗികളായി, ഈ ലോകത്തിന്റെ സുഖഭോഗികളായി നീ ജീവിക്കാതെ സ്വർഗീയ അനുഗ്രഹം, സ്വർഗത്തെക്കുറിച്ച് വെളിപ്പാട് നിനക്ക് വേണം. അത് യേശു കർത്താവ് വരാൻ സമയമായി, നാം നിത്യതയ്ക്ക് ചേരാൻ സമയമായി, തന്റെ സഭ, മണവാട്ടി സഭ എടുക്കാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞുപോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് ഇരിക്കുന്നു. ലോകമോഹം നീ വിട്ട് ദൈവ ഇഷ്ടമാണോ നീ ചെയ്യുന്നത്? ഈശ്വരോ, പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ട് നീ പാപത്തിന് അടിമയായി തീരാതെ, പാപ ശരീരത്തിന് ജീവിക്കാതെ, നീ ദൈവത്തിനോട് പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണ് എസെക്കിയേലിന്റെ പുസ്തകം 18 കാണുന്നത്. നീ പാപം ചെയ്താൽ നീ ആത്മീയമായി മരിക്കുക. നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതത്തിൽ കണ്ണുനീരാ. പല നാൾ നീ പാപം ചെയ്ത് ഒരു നാൾ, അല്ലെങ്കിൽ പല നാൾ പാപം ചെയ്ത് നീ മറച്ചു വെക്കും. ഒരു നാൾ നീ ചെയ്ത പാപം മുഴുവൻ പുറത്തു വരും. അല്ലേലിയ, അന്ന് നീ കുറ്റക്കാരനായി മാറും, അന്ന് നീ കുറ്റക്കാരിയായി മാറും. നിനക്ക് നീതീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ലോകം നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, അല്ലേലിയ, നിനക്ക് അവിടെ ഓടിയൊളിക്കാൻ പഴുതുകളും വഴികളും വാതിലുകളും കാണത്തില്ല. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ചെടമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നീ വിട്ടിട്ട് അബ്രഹാമിനെ പോലെ, മോശയെ പോലെ നല്ല വഴി തിരഞ്ഞെടുക്കണം. രക്തക്ഷയം, നിന്റെ മക്കളെ നല്ല വഴിയിലൂടെ നീ നടത്തണം. അവർക്ക് നല്ല സതുപദേശം, നല്ല ഗുഡ് ന്യൂസ് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും നല്ല ഗുഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത് ബൈബിൾ വചനമാണ് കേട്ടോ. അല്ലെ ഒരു സത്യവചനം, അല്ലെ ജീവന്റെ വചനം, നിത്യജീവന്റെ വചനം, സ്നേഹത്തിന്റെ വചനം, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആശയുടെ, ആഗ്രഹത്തിന്റെ, പ്രത്യാശയുടെ ആ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെ രാവിലെ എഴുന്നേറ്റ് മലയാള മനോരമയോ കൗമുദിയോ ദീപികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പത്രങ്ങളിൽ ഫ്രണ്ട് പേജ് തൊട്ട് അവസാന പേജ് വരെ വായിച്ച് അതിനകത്തെ ചരമകോളം മുഴുവൻ നീ വായിച്ചു തീർക്കുന്നില്ലേ? അല്ലേ? എന്നിട്ടല്ലേ നീ എഴുന്നേൽക്കുന്നത്? അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ?
എന്തെങ്കിലും നിനക്ക് നേടിയോ? ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് നിനക്ക് ലഭിച്ച സമയം സത്യവേദ പുസ്തകം തുറന്നെടുത്ത് നീ വായിച്ച് 10 വാക്യം നീ മനഃപ്പാഠമാക്കിയിരുന്നെങ്കിൽ അതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ മുതലായിട്ട് നിന്നേനെ. ചരമോളം വായിച്ച് തീർക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇന്നും ഒക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഹല്ലേലൂയ. സ്തോത്രം. ഗിദെയോന്റെ അപ്പൻ, ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-27 വായിച്ച കാണാൻ കഴിയുന്നുണ്ട്. ഗിദെയോന്റെ അപ്പൻ അന്യ ദൈവങ്ങൾക്ക് യാഗപീഠം കെട്ടിയത് അറിഞ്ഞപ്പോൾ തന്റെ അപ്പൻ തന്നെ വെറുത്താലും ഗിദെയോന്റെ അപ്പൻ ഹല്ലേലൂയ അന്യ ദൈവങ്ങളെ കുറിച്ചുള്ള യാഗപീഠം കെട്ടിപ്പൊക്കി. അപ്പോൾ ഗിദെയോൻ പറയും, എൻ്റെ അപ്പൻ എന്നെ വെറുത്താലും സാരമില്ല, അപ്പന്റെ യാഗപീഠങ്ങൾ തകർത്തെറിയുമെന്ന് തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഗിദെയോനെ അനുഗ്രഹിച്ചുയർത്തി. ദൈവമക്കളെ, ആത്മജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ നേരിടുന്ന ഏതെങ്കിലും ചെറിയ ചിന്തകളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ലോക സ്നേഹമുണ്ടെങ്കിൽ അതിനെ ഗിദെയോൻ തകർത്ത് കളഞ്ഞതുപോലെ നീ തകർത്ത് കളയുന്നെങ്കിൽ ഗിദെയോനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. എല്ലാവരും വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലോകവും ഹല്ലേലൂയ അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതേ സഹോദര സഹോദരി, നീ ദൈവേഷ്ടം ചെയ്യുന്നവനാണോ? ദൈവേഷ്ടം ചെയ്യുന്നവളാണോ? എങ്കിൽ നിനക്ക് നിത്യത്തിലെത്താം. അല്ല, ലോകമാണ് നിന്റെ ഉള്ളിലെങ്കിൽ നീ നരകത്തിലെത്തും. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, അന്യായ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞ് നിനക്കൊരു നിത്യമായ സന്തോഷം നിന്റെ കുടുംബത്തെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. നിന്റെ എല്ലാ അല്ലലുകളും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. ദൈവ ഇഷ്ടം ചെയ്യുക. നിന്നെ തന്നെ സമർപ്പിക്കും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിൽ, ഭാരത, ലോക രാജ്യം 800 കോടിയിലധികം ജനം, എല്ലാ അധികാരികളെയും, രാജ്യരാഷ്ട്രതലവന്മാർ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, എല്ലാ ക്രമസമാധാന പാലക അതിർത്തികൾ കാക്കുന്നവരെ, നീ നിർമ്മാണ രംഗം, ജുഡീഷ്യറിയെ, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യുവനത്തിലും, വാർദ്ധക്യം, ധ്യാനപ്പെടുത്തലും അസഹായ യാചകർ, ഓർഫനേജ്, ഓട്ടജീവ തടവറയിലായിരിക്കും സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, സാത്താൻ പല തന്ത്രങ്ങൾ വരഞ്ഞ് ലോകമോഹങ്ങൾ ജനത്തെ കാണിച്ച് ഇടമോഹം ജീവനത്തിന്റെ പ്രധാനം കാട്ടി ആദവിനെ വശീകരിച്ചതുപോലെ ഈ ജനത്തെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ജനം വിടിവിക്കപ്പെടണം. ദുഷ്ടനായ സാത്താൻ യേശു ക്രിസ്തുവിനെ പരീക്ഷിപ്പാൻ തന്ത്രങ്ങളും യേശു അതിൽ നിന്ന് കർത്താവിൽ പൂർണ്ണമായി ജയിച്ചതുപോലെ ഈ കാലഘട്ടം സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോഞ്ഞ ജനത്തെ അനുവദിക്കാതെ ജനം പാപത്തിന്റെ വഴിയിലോട്ട് മടങ്ങി വന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ, കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ വേർതിരിക്കപ്പെടുവാൻ, ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ, പാപത്തിന്റെ ആസക്തികൾ നിറഞ്ഞ പാപത്തിന്റെ ആ ശക്തിയാൽ സകല ജനങ്ങൾ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി പുതിയ സൃഷ്ടിയായി തീരുവാൻ സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ലോകം പാടുള്ള സകല ജനത്തെ ക്രൈസ്തവ വിശ്വാസത്തെ 2 വീലും 3 വീലും 4 വീലും വാഹനം ഓടിക്കുന്ന, ഹെവി വാഹനം ഓടിക്കുന്ന, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടി യാത്ര ചെയ്യുന്ന സകല ജനത്തെ ഓർക്കുന്നു. വിവിധ ശാരീരികമായി ബലഹീന രോഗികളായി ഹോസ്പിറ്റലിലും ഭവനത്തിലുമായിരിക്കുന്നവർക്കായി, മരണാസനായിരിക്കുന്നവർക്കായി, സർജറിക്ക് വിധപ്പെട്ട് സർജറി കഴിഞ്ഞിടക്കും വലിയ സഹായിക്കുന്നതിലും ഐശ്വര്യ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് മാനസികത്തങ്ങൾ കടക്കടിയാൽ കടന്നു പോകുന്ന ഭാരങ്ങൾ ജപ്തി നേരിടുന്ന കുടുംബ പ്രശ്നം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സൗകര്യമാർ തലമുറകൾ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്ന സുവിശേഷ വിരോധികൾ ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സുരക്ഷിതമായി തീരുവാൻ, സുവിശേഷ മുഖാൻ തടവറയിലായിരിക്കും പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് ദൈവം സമാധാന സന്തോഷം കൊടുക്കണമേ. സകല ജനങ്ങൾ കർത്താവിനെ അനുഗ്രഹിപ്പാൻ, ഒരു പുതിയ മനുഷ്യരായി തീരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.